ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്ന് 4 ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് സമാധാനം ഇല്ലാണ്ട്. ഇനി കുട്ടികൾക്ക് ഇരിക്കാൻ ചാള കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ചതിയായി തീരുന്നു ഞാൻ വിചാരിച്ചു. എൻ്റെ കുട്ടികളെ ഇറച്ചി വേണം തിന്നാനുള്ള പൈസ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് കേൾക്കുക. ഈ വോയിസ് റെക്കോർഡ് ആക്കിയതൊന്ന് കേൾക്കുക കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. നിങ്ങളിത് ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണേ പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ എൻ്റെ ഭർത്താവ് ഉണ്ട് ഇവിടെ. ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? ആൾക്കൊരു പോലെ. ഞാനിപ്പോ നമ്മുടെ നനച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പറയും. ഹലോ കൊടുത്ത ആളെ കൊടുക്കും. കൊടുക്കാം. ഹലോ പിന്നെ ഇത് സംഭവം എന്താ വെച്ചാല് ഇത് നമ്മളവിടെ കൊടുത്തിരുന്ന ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില നാറികൾക്ക് പാവങ്ങളെ പറ്റിച്ച് കഴിഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ല. ഏത് വിധേനയും കട്ടിട്ടായാലും പിടിച്ചു പറിച്ചിട്ടായാലും ആരെങ്കിലും കൊന്നിട്ടായാലും ഏത് വിധേന അവർക്ക് കുറച്ച് ക്യാഷ് മതി. ഒരു സഹോദരി 4 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ് ഈ സഹോദരി. അതിലൊന്ന് ഒരു കുഞ്ഞ് ഓട്ടിസം ബാധിച്ചതുമാണ്. അവർക്കാണെങ്കിൽ വീടെന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നം മാത്രമായിട്ട് അവരിങ്ങനെ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരുത്തം വന്നിട്ട് അവരോട് പറയുന്നത്, ആ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾ 1000 രൂപയും ആധാറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് കിട്ടും. ഒരു അറബി വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നതെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി. ആ സഹോദരിയുടെ സന്തോഷം ഒരു കാരണം എന്ന് വെച്ചാൽ വാടക വീട്ടിൽ കിടക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. മാറി മാറി വാടക വീട്ടിൽ ഇത് സംഭവം എന്താ വെച്ചാല് ഇത് നമ്മളവിടെ കൊടുത്തിരുന്ന ഞാൻ ഓലോക്കോട് നമ്മളവിടെ 5 വീടിന് കൊടുത്തപ്പോ പാസ്സാക്കിയിട്ട് അവർക്ക് 5 വീടിന്റെ പണി ചാവി കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് അപ്പൊ അങ്ങനെയാണ് ഇപ്പത്തെ വിഷയം ഒന്നും പേടിക്കാൻ. ഇപ്പൊ ഒന്നാമത്തെ നമ്മൾ എന്താ വെച്ചാല് പൈസ ആയിട്ട് ആർക്കും നമ്മൾ കൊടുക്കില്ല. പിന്നെ അതിന് ബാക്കി വരുന്ന പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കുട്ടികളെ കെട്ടിക്കുമ്പോ ആ പൈസ കുട്ടിയുടെ പേരിലിട്ട് തരുന്നുള്ളൂ. ആ പൈസ നിങ്ങൾക്കും കിട്ടില്ല. പറഞ്ഞ മനസ്സിലായ പോലെ കാക്ക. അപ്പൊ അതാണ് നമ്മളിപ്പോ എന്താ വെച്ചാൽ പള്ളിക്കന്ന് കത്തി വിളിച്ചിട്ട് പറഞ്ഞു പൈസ ആയിട്ട് ആർക്കും കൊടുക്കരുത്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തപ്പടെ ഞാൻ നിങ്ങളിപ്പോ വിളിച്ചു നോക്കുമ്പോ ഞാൻ വാർപ്പ് നനച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നലെ ഒരു 5 വാർപ്പിന്റെ പണി. അപ്പൊ അത് അതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്നോട് വരണം വിചാരിച്ചു. ഹർത്താലായിക്കൊണ്ടാണ് ഇപ്പൊ ബന്ധമുണ്ട്. അപ്പൊ നാളെ പോണെങ്കിലോ നാളെ അവിടെ കുറച്ച് പണിക്കാര്. അപ്പൊ വെള്ളിയാഴ്ച ഇപ്പൊ എന്തായാലും അവിടെ നമ്മൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ച വന്നിട്ട് വീടൊക്കെ വന്ന് കണ്ട് അവർക്ക് ഞങ്ങളിത് ഒരു സീൽ അടിച്ചിട്ട് നമ്മള് പാസ്സാക്കി ഒരു പേപ്പർ കയ്യിൽ തരും. പിന്നെ ശനിയാഴ്ച നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം കൊടുത്ത് കാണിച്ചു തരും. സ്ഥലം കാണിച്ച് തിങ്കളാഴ്ച നിങ്ങളുടെ പേരിക്ക് രജിസ്റ്റർ ചെയ്യും. ആരെങ്കിലും ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ. പിന്നീട് നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് 2 പേരിലാക്കണമെങ്കിൽ പിന്നെ അത് നിങ്ങൾ വേറെ രജിസ്റ്റർ പിന്നെ വേറെ ഒരു ഉറപ്പിടത് നമ്മളെത്തില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. വേറെ ഒന്നുമല്ല. 4 കുഞ്ഞുങ്ങളുമായിട്ട് വാടക വീട്ട് തോറും മാറി മാറി കയറി ഇറങ്ങി പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അത് അവർക്കേ അറിയൂ. ഒന്നാമത് ഒരു കുട്ടി ഓട്ടിസം ബാധിച്ചതുമാണ്. അവരുടെ കയ്യിൽ നിവൃത്തിയില്ല. കഴിക്കാൻ പോലും ഉള്ള നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ്. അപ്പോഴാണ് ഈ 1000 രൂപ ചോദിച്ചത്. എങ്കിലും അവരെങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി. പക്ഷെ അതിനു പോലും അവരുടെ കയ്യിൽ ഇല്ല. പെൻഷൻ വന്ന് ആ കുഞ്ഞിന് പെൻഷൻ വന്നതായിരിക്കാം. പെൻഷൻ വന്ന് 700 രൂപ അക്കൗണ്ടിൽ കിടന്ന് കുഞ്ഞുങ്ങൾക്ക് വല്ലതും വാങ്ങിച്ച് കഴിക്കാനുള്ള ക്യാഷാണത്. ആ പൈസ എടുത്തിട്ട് ആ ഒരു വീടെന്ന സ്വപ്നം പൂവണിയട്ടെ എന്നുള്ളൊരു സന്തോഷത്തില് ആ സഹോദരി ആ പൈസ എടുത്തിട്ട് അവനിക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെങ്കിലും ഒരു വീടാവട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ അവൻ അതുമായിട്ട് മുങ്ങി. എല്ലാരും പറയും 700 രൂപയല്ലേ ഉള്ളെന്ന്. അതവർക്കൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കരയുവാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഒരു മോഹമല്ലേ അല്ലേ? ഇപ്പൊ ഞാൻ ചെറുപ്പം മുതലേ വാടക വീടാണ്, കെട്ടിച്ചതും വാടക വീടാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മക്കളായി. അതിലൊരു മോൾക്ക് ഓട്ടിസമാണ് കേട്ടോ. ഓട്ടിസമാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 7 വർഷമായി. ഇതൊരു ലൈന് വീടാട്ടോ. ഇവർക്ക് പറയാം വെണ്ണക്കര അനുഗ്രഹ കോളനി എന്നാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത ശേഷം ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്ത ശേഷം ആദ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് ഫാമിലി, നമ്മുടെ ഫാമിലിയാണ് യൂട്യൂബ് ഫാമിലി ഗ്രൂപ്പിലാട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും പ്രതികരിക്കണം. കാരണം നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് ഞാൻ. അപ്പം നിങ്ങൾ എന്തുണ്ടെങ്കിലും ഒരാളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം
വേറെ ഒന്നുമല്ല, വീട് എല്ലാം എൻ്റെ സ്വപ്നമല്ലേ അല്ലേ. ആ വീട് എന്നുള്ള സ്വപ്നം ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനും അതുപോലെ ഇരിക്കാൻ വീടില്ലാണ്ട് വർഷങ്ങളോളം ജനിച്ചത് മുതൽ ഇന്ന് വരെ ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ 4 മക്കളെയും കൊണ്ട് വാടക വീട് മാറി 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 അവസാനം ഞാനിവിടെ വെണ്ണക്കര നൂറിനി പറഞ്ഞ ഇവിടെ 6 കൊല്ലം ഇരിക്കണം. ഇവിടെ മഴ പെയ്താൽ നല്ല ചോരും നല്ല തണുപ്പൊക്കെ കാരണം ഞങ്ങളെല്ലാവരും പനിയൊക്കെ പിടിച്ച് കടന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു നമ്മുടെ ഈ ലൈന് വീട്ടിൽ തന്നെ ലാസ്റ്റ് ഇരുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ട് ഒരു കൊല്ലമൊക്കെ ആയിക്കണം. ആ ഉമ്മ പെട്ടെന്ന് വന്നിട്ട് ഒരാളുടെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് വീട് കെട്ടി കൈ താക്കോല് തരും, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. 1000 ഉറുപ്പിയും കൊടുത്ത് റേഷൻ കാർഡും ആധാർ കാർഡും 1000 ഉറുപ്പിയും കൊടുത്താൽ മതി, നിങ്ങൾക്ക് അവർ വീട് കെട്ടിയിട്ട് താക്കോൽ ഇങ്ങോട്ട് കയ്യിൽ തരും പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഒരു അറബിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇമ്മ തന്ന നമ്പർ വിളിച്ച ആളുടെ പേര് നൗഷാദ് എന്നാണ്. അപ്പോൾ അയാളുടെ കോൾ നമ്പറും വാട്സപ്പ് നമ്പറും GP നമ്പറും വേറെയാണ് കേട്ടോ. അപ്പോൾ കോൾ വിളിച്ച നമ്പറിൽ അല്ല വാട്സപ്പുള്ളത്, വാട്സപ്പ് നമ്പർ വേറെ തന്നത്. അതാണ് നൗഷാദ് എന്നുള്ള പേരുള്ള നമ്പർ. അതിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കാനും പറഞ്ഞു. അപ്പം ഞാൻ ആ വിളിച്ച ആളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ എനിക്ക് അപ്പം ആ ബുദ്ധിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നി, അപ്പം അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വോയിസ് മൊത്തം സംസാരിച്ചതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം തന്നാൽ മതി, 1000 ഉറുപ്പി ആധാർ കാർഡ് റേഷൻ കാർഡ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ 10 പൈസല്ല. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ മരുന്ന് വാങ്ങാനുള്ള ബാക്കി പെൻഷൻ കയറിയതിൻ്റെ പകുതി 700 ഉറുപ്പ എന്തോ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ കുട്ടികളെ ഇറച്ചി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ ഉമ്മ വന്നത്. ചൊവ്വാഴ്ച വന്നിട്ട് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ വാട്സപ്പിൽ ആധാറും റേഷൻ കാർഡും കൊടുത്തു. വീടിൻ്റെ ഫോട്ടോയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയും നല്ലൊരു വീട് കിട്ടണം എന്തിനാ കളയുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയത്. അവസാനം ഇതിപ്പോൾ ഒരു തട്ടിപ്പാവുന്ന അയാളുടെ വർത്തമാനം കേട്ടാൽ അങ്ങനെ ഒരു തട്ടിപ്പ് എന്നുള്ള ഒരു ഇതേ ഇല്ല. ആ വോയിസ് റെക്കോർഡ് ഞാനിവിടെ കാണിക്കാട്ടോ. എൻ്റെ കുട്ടികൾ ഇറച്ചി വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാണ്ട് ആ പൈസയാണ് അപ്പം ഞാൻ അയാളിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് 1000 ഒന്നുമില്ല, 700 ഉറുപ്പ്യ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉള്ളത് തന്നാൽ മതി, നിങ്ങളുള്ളത് അയച്ചോളി, സ്ക്രീൻഷോട്ട് ഇട്ട് തരീന്ന് പറഞ്ഞു. അപ്പം തന്നെ അയച്ചും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മുടെ പൈസ പോയാലും കുഴപ്പമില്ല, 700 പോയാലും കുഴപ്പമില്ല. 10 ആളാട്ടോ, 10 ആളുടെ 1000 മേടിച്ചിട്ടുണ്ട്. ഈ 10 ആളുടെ 1000 പോയി, എൻ്റെ 700 പോയി. അപ്പോൾ നമുക്ക് പൈസ പോയതിലല്ല കേട്ടോ സങ്കടം. വീട് തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര സങ്കടം. എൻ്റെ കുട്ടികൾ തിന്നാത്ത മുതലെടുത്തിട്ട് ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇനി ഇത് ആർക്കും ഈ ഒരു അവസ്ഥ ഇനിയിപ്പോൾ നമ്മളെ പറ്റിച്ച് ഇനി ഇതുപോലെ വേറെ എവിടെയെങ്കിലും പോയി വേറെ ഇങ്ങനെ നമ്മളെപ്പോലെ സ്വപ്നം കാണുന്ന കുറേ പാവപ്പെട്ടവരുണ്ടാവും, അവരെയും പോയി പറ്റിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പ്രതികരിക്കണം. അപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സങ്കടമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാനിതാ കുഞ്ഞു മക്കളെയും കൊണ്ട് വാടക വീട്ടിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വീട് കിട്ടുമെന്നുള്ളൊരു മോഹം കൊണ്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത്. അത് ഇത്ര വലിയ തെറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. 4 ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് സമാധാനം ഇല്ലാണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഇരിക്കാൻ ചാള കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ചതിയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കുട്ടികളെ ഇറച്ചി വേണം തിന്നാനുള്ള പൈസ എടുത്തിട്ട് ഞാൻ ഇവനാണെങ്കിൽ അവരെ മാത്രമല്ല, ആ സഹോദരിയെ മാത്രമല്ല പറ്റിച്ചത്, അവർ അടുത്തുള്ള കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരു വീടെന്ന സ്വപ്നം സഫലീകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഉള്ളതിൽ പങ്ക്, അതായത് വേറെ നിവൃത്തിയില്ലാത്തവരാണ്. 1000 രൂപ വെച്ച് അവരെല്ലാവരും കൊടുത്തു. എന്നിട്ടാണ് അവൻ ഇതുമായിട്ട് മുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇവനെയൊക്കെ, അതായത് പാവങ്ങളുടെ ചട്ടി കൈയിട്ട് വാരാൻ നടക്കുന്ന ഇവനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം. അപ്പൊ അത് ഈ വീഡിയോസിന് വന്നൊരു കമന്റ് ആട്ടോ. ഒരു പെൺകുട്ടി പറയട്ടോ, ഇയാൾക്ക് ഞാനും ഒരിക്കൽ ഇങ്ങനെ വീട് കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് വിളിച്ചു. എന്നോട് അയാൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് 2000 രൂപയാണ് ചോദിച്ചത്. ഞാൻ ഓക്കെ പറഞ്ഞു, ഫോൺ കട്ടാക്കി. എനിക്ക് ഇത് കേട്ടപ്പോഴേ ഉടായ്പാണെന്ന് മനസ്സിലായി. എന്തായാലും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. എല്ലാവരുടെ അടുത്തും 1000 രൂപ ചോദിച്ചെടുത്ത് ഈ പെൺകുട്ടി എടുത്ത് 2000, ഇവരോട് 2000 രൂപയാണ് ചോദിച്ചത്. എന്തായാലും ഒരു ഉടായ്പാണെന്ന് ആ പെൺകുട്ടി അവർക്ക് പറ്റിക്കണ ഇത് നിർത്തണം.
നമ്മുടെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് ഇവർ നമ്മളെ പറ്റിക്കുമ്പോഴോ. അപ്പം ഞാനിവിടെ അവർ പറഞ്ഞ വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഞാൻ പൈസ കൊടുത്തതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാം. അപ്പൊ സാധനം ശരിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച വന്നിട്ട് പേപ്പറിലേക്ക് ഇത് പാസ്സാക്കിയതെന്ന് പറഞ്ഞിട്ട് ഒരു ശീലടിച്ചിട്ട് പേപ്പർ തരും. അപ്പൊ ആ പേപ്പർ കൊടുന്ന നിങ്ങൾക്ക് ഇത് വീട് പാസ്സായി. പിന്നെ ഞാൻ കഴിഞ്ഞ് വന്നിട്ട് ശനിയാഴ്ച നിങ്ങൾക്ക് കൊണ്ടുപോയി സ്ഥലം കാണിക്കും. സ്ഥലം കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് പിന്നെ തിങ്കളാഴ്ച നമ്മൾ ഇത് എഴുതാൻ കൊടുക്കും. അപ്പൊ ഇത് എഴുതാൻ കൊടുക്കുമ്പോ നിങ്ങളുടെ പേരിലാണ് വരിക സ്ഥലം. ഇപ്പൊ റേസ് ചെയ്ത് തരിക. ആ റേസ് ചെയ്ത് തരുമ്പോ നിങ്ങൾ ആധാറിന്റെ ഒറിജിനൽ ആധാറും കയ്യിൽ വെക്കേണ്ടി വരും, ഒരു ഫോട്ടോ എടുക്കേണ്ടി വരും. ഫോട്ടോ എന്തിനാ വെച്ചിട്ടാ അതിന്റെ മുകളില് ഇപ്പോഴത്തെ കാലത്തില് ആധാരത്തിന്റെ ഫോട്ടോ വേണം. അപ്പൊ അവർ റേസ് ചെയ്ത് തരുമ്പോ ഫോട്ടോ ഇതാക്കി പിന്നെ റേസ് ചെയ്ത് കഴിഞ്ഞ് തന്നെ നിങ്ങളുടെ പേരിലേക്ക് ആക്കി തന്നാ പിന്നെ 2 ആഴ്ച കഴിഞ്ഞാല് ആധാരം മേടിക്കാൻ വേണ്ടി ഒരു കടലാസ് തരും. അവിടുന്ന് ഒരു ലിസ്റ്റ് തരും. അപ്പൊ 3 തീയതി വന്നിട്ട് നിങ്ങൾ ആധാരം മേടിക്കാം. പിന്നെ ഞങ്ങളത് കോൺട്രാക്ടറെ വിളിച്ച് അവര് പണിയെടുപ്പിച്ചു. നമ്മൾ പണി കൊടുക്കും. ഇതന്നെ പരി. അപ്പൊ ഞാൻ എന്ത് വെച്ചിട്ടാ പെട്ടെന്ന് പരിപാടി കഴിച്ചു തരാച്ചിട്ടാ. അപ്പൊ പിന്നെ അപ്പൊ അതിന് പിന്നെ മേടിച്ചിട്ട് എന്നിട്ട് വിട്ടുന്നാളി. പിന്നെ ഒന്നുണ്ട്, വേറെ ഒന്നും പറയാൻ കാരണം എന്താ വെച്ചിട്ടാ, രണ്ടാമത്തെ ബാക്കി ഇതിലിപ്പോ നമ്മള് 1.5 നിങ്ങൾ സ്ഥലം ഇതാക്കി അതിൽ ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് പെൺകുട്ടികളെ കെട്ടിക്കാണെങ്കിൽ ആ കുട്ടികളുടെ പേരിലിട്ട് തരും. ആ പൈസ ഇങ്ങനെ ഇത് ആ കുട്ടികളുടെ പേരിലിട്ട് തരും. ബാക്കി അതിന്റെ ബാക്കിയുള്ള പൈസ കയ്യിൽ തരില്ല. അത് ആദ്യം തന്നെ പറയാണ്, വീടിന്റെ പണി തുടങ്ങുകയാണെങ്കിൽ പൈസ ഒരു ദിവസം നമ്മൾ തരില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ വിവരം പറയാം. പിന്നീട് വന്നിട്ട് പറയുന്നത് കായ്. പിന്നെ ഒന്നുണ്ട്, അത് ഇത്ര വർഷത്തിന് അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതില് ഇതില് എഗ്രിമെന്റിൽ എഴുതും ആധാരത്തിൽ. വിയർപ്പിന്റെ അസുഖമുള്ള വൃത്തികെട്ടവന്മാര്, നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നവന്മാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. 1000 അല്ല 500 അല്ല, ഒരു 100 രൂപയായാലും ഇതുപോലെ പറ്റിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. കാരണം 4 കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട ആ ക്യാഷാണ് ഇവൻ കൊണ്ടുവന്ന് ഇങ്ങനെ കഴിച്ചത്. അവൻ ഇതിലും നല്ലത് ഈ പാവങ്ങളുടെ ചട്ടി വാരുന്നതിൽ നല്ലത് അവനിക്ക് മറ്റു പലയിടത്തും പോയി വാരി കഴിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്.